ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് നമ്മുടെ അറബിക്കടലിൽ മുങ്ങിപ്പോയ MSC എൽസ 3. ആഗോള ചരക്ക് നീക്കത്തിൻ്റെ ഏകദേശം 20% ഇവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. 900 ചരക്ക് കപ്പലുകൾ ഇവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. മുങ്ങിപ്പോയ MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ ഇനി ഉയർത്തേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പൂർണ്ണമായും ഇതിൻ്റെ ഉടമകൾ തന്നെയാണ്. ഉയർത്തിയെടുക്കാവുന്ന ആഴത്തിലാണ് നിലവിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ 3 ഉള്ളത്. പക്ഷേ കാർഗോ മൂല്യത്തേക്കാൾ കപ്പൽ ഉയർത്താനുള്ള ചെലവ് വരും എന്നുള്ളതുകൊണ്ട് ഉടമകളുടെ കമ്പനി അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് സംശയം. ഇനി കപ്പൽ ഉയർത്തിയില്ലെങ്കിൽ അതും പ്രശ്നങ്ങളുണ്ടാകും. കാരണം കണ്ടെയ്നറുകളിലെ കെമിക്കൽ കടലിൽ ചേരുമ്പോഴുണ്ടാകുന്ന രാസപ്രവർത്തനം വഴി മലിനീകരണത്തിന് സാധ്യത കൂടുതലാണ്. കപ്പലിലെ ബങ്കറുകളും മലിനീകരണം ഉണ്ടാക്കുന്നവയാണ്. കപ്പലെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ മലിനീകരണ പ്രശ്നം ഉണ്ടാകാനും വലിയ കപ്പലുകൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾക്കും സാധ്യതയേറെയാണ്. ഷിപ്പിംഗ് കമ്പനിക്ക് പക്ഷേ കപ്പൽ ഉയർത്താൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രവർത്തന കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം മാത്രമാണ് ഇനി ആ കപ്പലിനുള്ളത് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് കാര്യമായ താല്പര്യം ഷിപ്പിൻ്റെ കാര്യത്തിൽ കമ്പനി കാണിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. നൈറോബി ട്രക്ക് റിമൂവൽ കൺവെൻഷൻ പ്രകാരം 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലത്ത് കപ്പൽ മുങ്ങിയാൽ അത് മാറ്റാനുള്ള ഇൻഷുറൻസ് കവറേജ് കമ്പനിക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ചിലവ് കൂടിയാലും കമ്പനി കപ്പൽ മാറ്റിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇനി മാറ്റിയില്ലെങ്കിലോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള സർക്കാർ നടപടികളെയും കമ്പനി നേരിടേണ്ടി വരും.